കൂടുതൽ നിക്ഷേപ തട്ടിപ്പുകളിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പത്തനംതിട്ട കുറിയന്നൂർ PRD മിനി നിധി നിക്ഷേപ തട്ടിപ്പിന് ഇരകളായവരുടെ മൊഴികൾ രേഖപ്പെടുത്തി. ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും നഷ്ടമായത്. 15ഓളം പേർ ED ഓഫീസിൽ മൊഴി നൽകാൻ എത്തി. വിവരങ്ങളുമായി നിഷ ദിലീപാണ് ചേരുന്നത്. നിഷ, ഈ നിക്ഷേപ തട്ടിപ്പ് പല രീതിയിലാണ് ഈ നിക്ഷേപ തട്ടിപ്പുകൾ നടക്കുന്നത്. എന്തായാലും ED പിടിമുറുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കുറിയന്നൂർ PRD മിനി നിധി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇരകളുടെ മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അതിൽ 15ഓളം ഇരകൾ ആദ്യഘട്ടത്തിൽ തന്നെ എത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? എന്താണ് ഇരകൾക്ക് പറയാനുള്ളത്? രാഖി, ഈ നിക്ഷേപ തട്ടിപ്പുകളിൽ ED അന്വേഷണം വിപുലമാക്കുകയാണ്. കൂടുതൽ നിക്ഷേപ തട്ടിപ്പുകളിൽ ED അന്വേഷണം തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് പത്തനംതിട്ട കുറിയന്നൂർ ആസ്ഥാനമായ PRD മിനി നിധിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ കൂടുതൽ നിക്ഷേപകരുടെ മൊഴിയെടുത്തത്. അതായത് ഈ പണം നൽകി പറ്റിക്കപ്പെട്ട നിക്ഷേപകരുടെ മൊഴിയാണ് ED രേഖപ്പെടുത്തിയത്. 15ഓളം നിക്ഷേപകർ, ഇത്തരത്തിൽ വഞ്ചിതരായ 15ഓളം നിക്ഷേപകരാണ് ED ഓഫീസിലെത്തി മൊഴി നൽകിയിരിക്കുന്നത്. ഈ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ പോലും ഈ നിക്ഷേപകരുടെ മൊഴി നിന്നും 500 കോടിയിലധികം രൂപ ഈ ഉടമകൾ തട്ടിയെടുത്തതായാണ് പറയുന്നത്. എന്തായാലും ഈ കള്ളപ്പണ ഇടപാട്, കോടികളുടെ കള്ളപ്പണ ഇടപാടുകളാണ് ഇതിൽ നടന്നിരിക്കുന്നതെന്നാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ, നിക്ഷേപത്തിന്റെ പേരിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ED ECA രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം ഏറ്റെടുത്തത്. ആദ്യം ഇത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. പിന്നീട് ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകൾ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ EDയും കേസന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും ഈ പ്രതികളുടെ, അതായത് ഈ മിനി നിധി കുറീസിന്റെ ഉടമകളുടെ 27.88 കോടി രൂപയുടെ സ്വത്തുക്കൾ ED മരവിപ്പിച്ചിരുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. കൂടുതൽ നിക്ഷേപകർക്ക് ഇത്തരത്തിൽ പരാതി ഉണ്ട് എന്ന ഒരു കാര്യവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിനൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് നിയമം ബാങ്ക് തട്ടിപ്പ്, സഹകരണ ബാങ്ക് തട്ടിപ്പ്, ഒപ്പം തന്നെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ഫിനാൻസ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പ് എന്നിവയിലുമൊക്കെ തന്നെ ED അന്വേഷണം ശക്തമാണ്. ഈ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ ഇതിൻ്റെ ഉടമ NM രാജുവിനെ ED നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് CPM ഭരണത്തിലുള്ള ഒരു ബാങ്കാണ്. ഇതിൽ 100 കോടി രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. വ്യാജ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒപ്പം തന്നെ ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കി ഇല്ലാത്ത നിക്ഷേപങ്ങൾ ബോണ്ടായി കാണിച്ചൊക്കെയാണ് നിക്ഷേപകരിൽ നിന്നും ഇത്തരത്തിൽ ഈ ബാങ്കുകൾ പണം തട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കുറിയന്നൂർ ആസ്ഥാനമായ, പത്തനംതിട്ട കുറിയന്നൂർ ആസ്ഥാനമായ PRD മിനി നിധീസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലാണ് കൂടുതൽ നിക്ഷേപകർ EDക്ക് മുന്നിൽ ഹാജരായി പരാതികളും മൊഴികളും ഒക്കെ നൽകിയിരിക്കുന്നത്. അതെ, നിക്ഷേപ തട്ടിപ്പ് കാലങ്ങളായി നടക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ഈ നിക്ഷേപ തട്ടിപ്പ്. കൂടുതൽ പലിശ ആഗ്രഹിച്ച് സ്വകാര്യ നിക്ഷേപങ്ങളിൽ കൊണ്ട് പണം നിക്ഷേപിക്കും. ഈ PRD മിനി ചിട്ടി ഫണ്ടെന്ന് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ നടത്തിയ മറ്റൊരു തട്ടിപ്പുണ്ട്, PRD എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ്. അത് ഇതിനടുത്ത് തന്നെയാണ്. PRD ഉണ്ട്, PRD മിനി ചിട്ടി ഫണ്ടുണ്ട്. PRD മിനി ചിട്ടി ഫണ്ട് അനിയൻ്റെയും PRD ചിട്ടി ഫണ്ട് ചേട്ടൻ്റെയുമാണ്. ഇവർ രണ്ടും ജയിലിലാവുക. PRD ചിട്ടി ഫണ്ടിൻ്റെ കേസും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും ഇതേ സമാനമായ നിലയിൽ കോടികൾ നിക്ഷേപകരിൽ നിന്ന് തട്ടി അവർ ഒളിവിൽ കഴിയുകയായിരുന്നു. ആ കുടുംബത്തെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ കേസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ PRD മിനി ചിട്ടി ഫണ്ടിൻ്റെ കേസാണ് ഇപ്പോൾ EDയുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കേസുകൾക്കൊട്ട് കുറവുമില്ല, ഇരകൾക്കും കുറവുകൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണല്ലേ. അതെ.